പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ പുനർജനി ഫണ്ട് വിവാദത്തിൽ CBI അന്വേഷണം വൈകിച്ചത് സർക്കാർ തന്നെയാണ്. പരാതിയിൽ അന്വേഷണ സാധ്യതയുണ്ടെന്ന് CBI കണ്ടെത്തിയിട്ടും അന്വേഷണ അനുമതി നൽകാതെ സംസ്ഥാന സർക്കാർ നീട്ടുകയായിരുന്നു. പുനർജനി കേസിൽ വി ഡി സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ ഒത്തുകളികൾ കൂടിയാണ് പുറത്തുവരുന്നത്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പുനർജനി വിവാദം ആളിക്കത്തിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നായിരുന്നല്ലോ കോൺഗ്രസിന്റെ മറുപടി. പക്ഷേ നോക്കൂ, ആരെ പറ്റിക്കാനാണ് ഇവരുടെയൊക്കെ ശ്രമം? CBI അന്വേഷിക്കാൻ തക്കതായ കാരണമുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടും അത് വൈകിപ്പിച്ചത് പിണറായി വിജയന്റെ സർക്കാർ തന്നെയാണെന്ന് വ്യക്തമാകുന്നു. ഒരിക്കൽ കൂടി തെളിയുന്നുണ്ട് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. ഒരിക്കൽ കൂടി തിരിച്ചറിയേണ്ടി വരുന്നു എന്താണ് സംഭവിക്കുന്നത് കേരളത്തിൽ എന്ന്. ഒത്തുകളിയാണ് രാഷ്ട്രീയത്തിൽ LDF UDF ഇവിടെ തുടരുന്നത് എന്ന്, അല്ലേ? കൃഷ്ണരാജ്, ഇവിടെ ഇടത് വലത് മുന്നണികളുടെ ഒരു ഒത്തുകളി രാഷ്ട്രീയം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് ഈ പുനർജനി കേസ് എന്ന് പറയുന്നത്. ആ കേസിൽ ആദ്യം തന്നെ ഈ ഒരു പരാതിക്കാരൻ പാനിക്കുളങ്ങര ജെയ്സൺ പാനിക്കുളങ്ങര പലയിടങ്ങളിൽ പരാതി നൽകിയിരുന്നു. ഒന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകി, ഒപ്പം തന്നെ CBIക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി, വിജിലൻസിന് പരാതി നൽകി. പ്രാഥമികമായ പരിശോധന നടത്തിയ വിജിലൻസ് പിന്നീട് അന്വേഷണം ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോയില്ല. വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുമായിരുന്നു. കൃത്യമായി തന്നെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് നീളുന്ന ഒരു അന്വേഷണത്തിന് സാധ്യതയുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പരാതി ലഭിച്ചതിന് പിന്നാലെ ഇതിൽ ഒരു പ്രാഥമികമായ വിവരശേഖരണം നടത്തിയതിന് ശേഷം CBIയും കൂടുതൽ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് വിജിലൻസിന് കത്തയച്ചു. എന്താണ് ഈ കേസിന്റെ ഒരു വസ്തുത, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ എന്തെല്ലാമാണ് എന്നിവ ശേഖരിച്ചുകൊണ്ടും അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു അത്തരം ഒരു നടപടി CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന് യാതൊരു തരത്തിലുള്ള മറുപടിയും വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് നൽകിയില്ല. CBI തേടിയ വിവരങ്ങൾ അതിലൊന്നും തന്നെ മറുപടി നൽകാതെ വച്ച് താമസിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, സംസ്ഥാന സർക്കാർ വിചാരിച്ചു എങ്കിൽ കൃത്യമായി തന്നെ CBI അന്വേഷണം വളരെ നേരത്തെ ആരംഭിക്കാൻ കഴിയും. സംസ്ഥാന സർക്കാരാണ് ഇത്തരം സാഹചര്യങ്ങളിൽ CBIക്ക് അനുമതി നൽകേണ്ടത്. ഒന്നുകിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതിയുണ്ട് എങ്കിൽ മാത്രമാണ് CBIക്ക് കേസുകൾ അന്വേഷിക്കാൻ കഴിയുക, കേസുകളിലേക്ക് വിശദമായ അന്വേഷണം നടത്താൻ കഴിയുക. അതിന് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്ത നിലവിലുള്ള ഒരു കേസ് കൂടി ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ വിജിലൻസ് കാര്യങ്ങൾ കണ്ടെത്തി തുടർ നടപടികൾ ശക്തമായി എടുത്തിരുന്നു എങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുനർജനി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരുന്ന അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നാൽ അവിടെ പ്രതിപക്ഷ നേതാവിനെ സഹായിക്കുന്ന, പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കുന്ന, പ്രതിപക്ഷ നേതാവിലേക്ക് എത്തുന്ന എല്ലാ അന്വേഷണങ്ങളെയും, പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം, അത് പ്രതിപക്ഷ നേതാവിലേക്ക് എത്താതിരിക്കാൻ ഏറ്റവും അധികം ശ്രമിച്ചത് പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ ഭരണപക്ഷമായിരുന്നു. മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിജിലൻസിൻ്റെയും ഭാഗത്തു നിന്നാണ് അത്തരം നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെയാണ് പ്രളയ ദുരിതാശ്വാസമായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് എന്നതിൻ്റെ പേരിൽ ഒരു പദ്ധതി ഉണ്ടാക്കുന്നു. പുനർജനി എന്ന പേരിൽ അത്തരത്തിലുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയതിന് ശേഷം ആ പദ്ധതിയുടെ പേരിൽ വിദേശത്തേക്ക് പണപ്പിരിവിന് വേണ്ടി വി ഡി സതീശൻ പോകുന്നു. ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ, ലഘു പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ആളുകളോട് പണം സംഭാവനയായി നൽകാൻ ആവശ്യപ്പെടുന്നു. എങ്ങനെയാണ് ഒരു നേതാവിന്, അന്ന് MLA ആയിരുന്ന, പറവൂർ MLA മാത്രമായിരുന്ന വി ഡി സതീശന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ കഴിയുക, പണപ്പിരിവ് സ്വന്തം നിലയിൽ നടത്താൻ കഴിയുക? ആ പണപ്പിരിവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി എന്ന പേരിൽ കൃത്യമായ കണക്കുകൾ ഒന്നുമില്ലാതെ ആ ഫണ്ട് വിനിയോഗത്തിലേക്ക് കടക്കാൻ കഴിയുക എന്നത് ഏറ്റവും പ്രസക്തമായ ചോദ്യം തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വിശദമായ ഒരു അന്വേഷണം എന്ന ആവശ്യം ഉരുത്തിരിഞ്ഞു വന്നതും ഉയർന്നു വന്നതും. 2018 പ്രളയബാധിതർക്ക് വീട് വെച്ചു നൽകാൻ എന്ന പേരിലാണ് ഇത്തരമൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത് എങ്കിൽ അതിൻ്റെ സുതാര്യത കൃത്യമായി തന്നെ സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. ആ ഫണ്ട് വിനിയോഗമടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ വിദേശ നാണ്യവിനിമയ ചട്ടങ്ങളുടെ ലംഘനം അത് ഉണ്ടായിട്ടുണ്ട്, അത് പാലിക്കപ്പെട്ടില്ല. വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയുള്ള പണമിടപാടുകളായിരുന്നു കൃത്യമായി നടത്തിയത്. 1 കോടിയിലധികം രൂപ ഇതുമായി ബന്ധപ്പെട്ട് പണം പിരിച്ചതിൻ്റെ അടക്കമുള്ള വിവരങ്ങൾ പരാതിക്കാരന് ലഭിച്ചു എന്ന കാര്യം അദ്ദേഹം തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, വിവിധ പരാതികളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെയൊന്നും സമഗ്രമായ അന്വേഷണം നടത്തിയില്ല എന്ന് മാത്രമല്ല,
പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയും അതിൻ്റെ ബലത്തിൽ തനിക്ക് യാതൊരു പേടിയുമില്ല ഈ കേസിനെ കുറിച്ച് എന്ന് വി ഡി സതീശൻ ആവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വർണ്ണ പ്രതിപക്ഷങ്ങളുടെ ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന ഒരു നീക്കത്തെയും എല്ലാം തന്നെ കാണാൻ കഴിയുക. യെസ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ പുനർജനി ഫണ്ട് വിവാദത്തിൽ CBI അന്വേഷണം വൈകിപ്പിച്ചത് സർക്കാരാണ്. തെളിവുകളുണ്ട്, CBI അന്വേഷണത്തിന് സാധ്യതയുണ്ട് എന്ന് CBI ആവർത്തിച്ച് പറഞ്ഞിട്ടും സർക്കാർ കണ്ണടയ്ക്കുകയായിരുന്നു. ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.